യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിന് 31-ാമത്തെ തിരുവചനം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഓരോ കൺവെൻഷനിലും കർത്താവായ യേശു അനേകായിരങ്ങളെ ഒന്നിച്ചു ചേർക്കുകയാണ്. ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുവാൻ, അവരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, അവരുടെ വേദനകളൊക്കെ ഒപ്പിയെടുക്കുവാൻ യേശു ഇറങ്ങി വരികയാണ്. നമ്മുടെ ഈ കൺവെൻഷനിൽ ഇന്ന് നമ്മെ അനുഗ്രഹിച്ച് വചനം പങ്കുവയ്ക്കാനായി കടന്നു വന്നിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ. നമുക്ക് കരമടിച്ചു പിതാവിനെ ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. നമുക്ക് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. തീരദേശ ബൈബിൾ കൺവെൻഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ തീരദേശത്തെ വിശ്വാസ സമൂഹം ഒന്നു ചേർന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ വചന പ്രഘോഷണത്തിൻ്റെ ദിനങ്ങൾ എല്ലാ വർഷവും കടന്നു വരുന്നത് പ്രതീക്ഷയോടുകൂടി നാം കാത്തിരിക്കാറുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട സാബു ബ്രദറിൻ്റെ നേതൃത്വത്തിലുള്ള വചനപ്രഘോഷകരുടെ ഈ കൂട്ടായ്മ, ഈ സംഘം ഈ ദിവസങ്ങളിൽ നമ്മെ വചനം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ പോകുകയാണ്. വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നതിന് കർത്താവ് ഇടവരുത്തുവാൻ പോകുകയാണ്. ദൈവ കൃപകളുടെ സമൃദ്ധമായ ഒരു പേമാരി പെയ്തിറങ്ങുവാൻ ഈ ദിവസങ്ങളിൽ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, വിശുദ്ധ കുർബാന മധ്യേ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തോട് ചേർന്നുകൊണ്ട് തന്നെ ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാക്കാണ് ഈശോ പത്രോസിൻ്റെ നേരെ പറഞ്ഞത്. നമ്മുടെ വീടുകളിലെ വാക്ക് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭർത്താവ് കുടിച്ച് ലക്ക് കെട്ട് വരുമ്പോൾ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ കർത്താവ് ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചത് പത്രോസിനെ നോക്കിയിട്ട് സാത്താനെ എന്നാണ് വിളിച്ചത്. നമ്മുടെ വീട്ടിലാരും അങ്ങനെ വിളിക്കാറില്ല അല്ലേ? അങ്ങനെ ആരെയും ദേഷ്യം വന്നാലൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു, സാത്താനെ, നീ എൻ്റെ പുറകിൽ പോകും. എന്നാൽ അതേ കർത്താവ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇതേ പത്രോസിനെ വിളിച്ചത്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ എന്നാണ്. നീ ഭാഗ്യവാനാണ്, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിതൊക്കെ വെളിപ്പെടുത്തി തന്നത് എന്നാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഭാഗ്യവാൻ എന്ന് വിളിച്ചവനെ അധികം വൈകാതെ സാത്താനെ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈശോ തൻ്റെ വചനപ്രഘോഷണത്തിൻ്റെയും അത്ഭുത പ്രവർത്തനങ്ങളുടെയും തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രശസ്തിയിലിങ്ങനെ നിന്നിരുന്ന കാലത്ത് പെട്ടെന്ന് നിന്നുകൊണ്ട് തൻ്റെ അപ്പസ്തോലന്മാരോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവിടെ വന്ന മറുപടികൾ, നീ സ്നാപക യോഹന്നാനാണ്, നീ ജെറമിയയാണ്, അതെല്ലാം മറ്റൊരു പ്രവാചകനാണ് എന്നൊക്കെയുള്ള മറുപടികളാണ്.
ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹീറോകളായിട്ട് നമ്മൾ ആരെയൊക്കെ കണക്കാക്കുന്നുവോ അതൊക്കെയാണ് നീ. ഇസ്രായേൽ ജനത്തിലെ വലിയ ഹീറോകളാണ് ഈ പറയുന്ന യേശയ്യായും ജെറമായും ഒക്കെ. സ്നാപക യോഹന്നാൻ അവരുടെ ഇടയിൽ അടുത്ത് വരെ ഉണ്ടായിരുന്നൊരു ഹീറോയാണ്. ഇങ്ങനെയുള്ള വലിയ ഹീറോകളിൽ ഒരാൾ. നിന്റെ പുറകെ ഒത്തിരി ഫാനുകളുണ്ടെന്നുള്ളതാണ് അവിടെ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഫാനുകളുടെ ഒരു ലോകത്തിൽ യേശുവിൻ്റെ പരസ്യജീവിതം, യേശുവിൻ്റെ വചനപ്രഘോഷണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ നോക്കിയാൽ നമുക്കറിയാം ഈശോ എന്തുമാത്രം അത്ഭുതങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ആ വചനപ്രഘോഷണം നടത്തുന്ന എല്ലായിടത്തും കർത്താവ് ആ ജനത്തെ മുഴുവൻ കയ്യിലെടുക്കുകയാണ്. യേശു എവിടെ പോകുന്നു അവിടെയൊക്കെ വലിയ ജനക്കൂട്ടം. അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു വിളുമ്പിൽ സ്പർശിച്ചാൽ സൗഖ്യം ലഭിക്കും എന്നുള്ള ചിന്ത. ഇങ്ങനെ എല്ലായിടത്തും വലിയ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നു. അവിടെ യേശു വലിയ ഒരു ഹീറോ ആയിട്ട് മാറുന്നു. എന്നാൽ ഈശോ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ഈശോ ആഗ്രഹിച്ച ഉത്തരം പത്രോസാണ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ തിരിച്ചറിയുക എന്നുള്ളതാണ് വചനപ്രഘോഷണത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇന്ന് ഈ ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചത് ദേവാലയത്തിൽ നിന്ന്, അൾത്താരയിൽ നിന്ന് കർത്താവിൻ്റെ തിരുവചനം, സുവിശേഷം, വിശുദ്ധ ഗ്രന്ഥം ആഘോഷമായൊരു തിരിപ്രദക്ഷിണത്തിലൂടെ ഈ വചനവേദിയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ്. ഈ വചനമാണ് ഈ ദിവസങ്ങളിലെ നമ്മളുടെ കേന്ദ്രബിന്ദു. ഇവിടെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്, കാത്തിരിക്കേണ്ടത് തമ്പുരാൻ്റെ വചനമാണ്. ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഇടപെട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. അതിലൂടെ വരുവാനിരിക്കുന്ന രക്ഷകനെ, കർത്താവായ മിശിഹായെ തിരിച്ചറിയുക, അവന് എന്നെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുക. ഇതാണ് കർത്താവ് ഈ ബൈബിൾ കൺവെൻഷനിലൂടെ ആഗ്രഹിക്കുന്നത്. വചനത്തോടുള്ള അദമ്യമായ സ്നേഹം, കർത്താവിനോടുള്ള അദമ്യമായ സ്നേഹം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിലുള്ള വലിയ സന്തോഷവും സംതൃപ്തിയും, അതിനായി സ്വയം സമർപ്പിക്കപ്പെട്ട ദിവസങ്ങളായിട്ട് ഈ വരുന്ന ദിവസങ്ങൾ മാറട്ടെ. പത്രോസ് കാര്യമൊക്കെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഈശോ ഉടനെ ഓർമ്മിപ്പിച്ചു, നിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ തന്നെയാണോ നീ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പറഞ്ഞത് നീ തന്നെ പറഞ്ഞതല്ല, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. എന്നാൽ പത്രോസ്, തുടർന്ന് നമ്മൾ കാണുന്നത് പത്രോസിൻ്റെ മനസ്സിലുണ്ടായിരുന്ന മിശിഹ, അത് പഴയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്ന മിശിഹായെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങളാണ്. ഒരുപക്ഷെ പഴയ നിയമത്തിൻ്റെ കുഴപ്പമല്ല, അത് പഴയ നിയമം സ്വീകരിച്ച ആ ഇസ്രായേൽ ജനം വരുവാനിരിക്കുന്ന മിശിഹായെ കണ്ടിരുന്നത് അവൻ ഈ ഭൗതിക പ്രതാപങ്ങളെയെല്ലാം കീഴടക്കി, അന്ന് ഇസ്രായേൽ ജനത്തെ അടിമപ്പെടുത്തിയിരുന്ന റോമാ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി വലിയ പ്രതാപത്തോടും പ്രൗഢിയോടും കൂടെ ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിപനായിട്ട്, ഭൗതിക രാജ്യത്തിൻ്റെ അധിപനായിട്ട് കടന്നു വരുന്ന ഒരു മിശിഹായെയാണ്. ഈ മിശിഹ വന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടെ നഷ്ടമായ പ്രൗഢിയും പ്രതാപവും
സമൃദ്ധിയും എല്ലാം വീണ്ടു കിട്ടും എന്നുള്ള ഒരു പ്രത്യാശ അന്നുണ്ടായിരുന്നു. എന്നാൽ അത് വളരെ ഭൗതികമായ ഒരു സങ്കല്പമായിരുന്നു. ഈ ലോകത്തിൻ്റെ പ്രതാപവും ഈ ലോകത്തിൻ്റെ സമൃദ്ധിയും ഈ ലോകത്തിൻ്റെ സന്തോഷവും ആഗ്രഹിക്കുന്ന ആ ആഗ്രഹങ്ങളുടെയൊക്കെ ഒരു പൂർത്തീകരണമായിട്ട് കടന്നു വരുന്ന ഒരു മിശിഹ. പഴയ നിയമത്തിലെ വചനം അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിലും വചനം പലപ്പോഴും ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായിരുന്നു. നിയമാവർത്തന പുസ്തകം ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, നീ കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക, നിന്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും. എന്നാൽ ആ സമൃദ്ധിയെ വെറും ഭൗതികമായിട്ടുള്ളൊരു സമൃദ്ധിയായിട്ട്, ഭൗതികമായ നേട്ടങ്ങളായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജനതയെയാണ് പിന്നീട് ഈ ഇസ്രായേൽ ജനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അനേകം പേര്. ശരിയായ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. തെറ്റായി മനസ്സിലാക്കിയ ഒരു ഘട്ടം ഒരു പക്ഷേ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സോളമൻ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഹിതവും ജ്ഞാനവും മാത്രം പ്രതീക്ഷിച്ചവൻ. പക്ഷെ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ പ്രതാപത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭൗതികമായ സൗകര്യങ്ങളുടെയും ഒക്കെ ഒരു ലോകം അവനിലിങ്ങനെ വളർന്നു വലുതാകുന്നത് നമുക്ക് വചനത്തിൽ കണ്ടെത്താൻ സാധിക്കും. സോളമൻ രാജാവിനെ അവൻ്റെ എല്ലാ പ്രതാപങ്ങളോടും കൂടി ആയിരിക്കുമ്പോൾ അവൻ്റെ സമ്പത്തും അവൻ്റെ ജ്ഞാനവും കണ്ട് ആകൃഷ്ടയായിട്ട് ഈജിപ്തിൽ നിന്ന് ഷേബാരാജ്ഞി വരുന്നൊരു രംഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൾ സോളമനിൽ ആകൃഷ്ടനായത് ഇങ്ങനെ ഒരു ഇസ്രായേൽ രാജാവിന് എങ്ങനെ ഇത്രമാത്രം ജ്ഞാനം, ഇത്രമാത്രം സമ്പത്ത്, വലിയ സമ്പത്തിൻ്റെ കേദാരമായിട്ട് അറിയപ്പെട്ടിരുന്ന ഈജിപ്തിൽ നിന്ന് അവന് കാഴ്ചകളായിട്ട് തന്നെ വലിയ സ്വർണവും വെള്ളിയും രത്നങ്ങളുമൊക്കെ ചുമടുകളായി കൊണ്ടുവന്ന് അവൾ അവനെ കാണാൻ വരികയാണ്. അവനെ കണ്ടു കഴിഞ്ഞിട്ട് അവൻ്റെ ജ്ഞാനം, അവൻ്റെ സമ്പത്ത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഷേബാരാജ്ഞി പറഞ്ഞു, ഞാനിത് നേരിൽ കാണുന്നത് വരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, എന്നോട് പറഞ്ഞവരൊന്നും മുഴുവൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിനേക്കാളൊക്കെ എത്രയോ അധികം സമ്പത്തും ജ്ഞാനവും പ്രൗഢിയുമാണ് നിനക്കുള്ളത്. എങ്കിൽ നിന്റെ ദൈവം വലിയ ദൈവമാണ്. ഈ ഭൗതികമായ സമ്പത്തും പ്രതാപവും സ്വർണവും വെള്ളിയും രത്നങ്ങളുമൊക്കെ കണ്ട് മതിമറന്ന് അതിൻ്റെയൊക്കെ ഉടയവനായ ഒരു യഹോവയെ അവൾ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്രകാരമുള്ള ഒരു ദൈവമല്ല, യഹോവയല്ല പഴയ നിയമത്തിലായാലും അങ്ങനെയുള്ളൊരു ദൈവമല്ല പുതിയ നിയമത്തിലും നമ്മുടെ മുമ്പിൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്നത്, ദൈവം വെളിപ്പെടുത്തി തരുന്നത്. ജോബിൻ്റെ പുസ്തകം എടുത്ത് നോക്കുക. ഈ സമൃദ്ധിയുടെ ദൈവത്തിനെയല്ല നമ്മളവിടെ കണ്ടുമുട്ടുന്നത്. ഏറ്റവും നീതിമാനും ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്ത ജോബ്, പക്ഷേ അവയെല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് തീരുന്നു. ഷേബാരാജ്ഞിയുടെ ഈ സമൃദ്ധിയുടെ വചനമായിരുന്നു സത്യമെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങളും ഭൗതികതയുടെ അതിപ്രസരവുമായിരുന്നു യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കേണ്ടിയിരുന്നതെങ്കിൽ ജോബ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന വാഗ്വാദങ്ങൾ മുഴുവൻ ഈ ഒരു തലത്തിലാണ്. ഭൗതികമായ നിന്റെ സ്വത്ത്, നിന്റെ കുടുംബം, നിന്റെ മക്കള്, നിനക്ക് അവകാശപ്പെട്ടതെല്ലാം നീ നഷ്ടപ്പെട്ട് നിന്റെ ശരീരം പുഴുക്കുത്തേറ്റ് ഏകവ്രണമായി തീർന്നൊരു കുഷ്ഠരോഗിയെപ്പോലെ നീ മാറിയെങ്കിൽ ജോബിൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നീ എന്തെങ്കിലും ദൈവത്തിനെതിരായിട്ട് ചെയ്തിട്ടുണ്ടാകും, നീ ദൈവത്തിനെതിരെ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും വ്യാധികളും വരുമ്പോൾ
നാം തന്നെ ഒരുപക്ഷെ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയേക്കാം, മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയേക്കാം. ഇത്രയും വലിയ ദാരുണമായ സംഭവങ്ങൾ നിന്റെ വീട്ടിൽ സംഭവിച്ചെങ്കിൽ, ഒന്നിനു പുറകെ ഒന്നായി മരണം, ഒരാളുടെ രോഗം മാറുമ്പോഴേക്കും മറ്റൊരാൾക്ക് രോഗം, ഒരു അപകട മരണം കഴിയുമ്പോഴേക്കും മറ്റൊരു അപകട മരണം, ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട്. നീ ദൈവത്തിൻ്റെ മുമ്പിൽ പാപിയാണ്. ഒരുപക്ഷെ നീ അറിയുന്നുണ്ടാവില്ല. അതുമല്ലെങ്കിൽ പറയും, അല്ലെങ്കിൽ നിന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് പാപം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു വാഗ്വാദമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്നാൽ വചനം പുതിയ നിയമത്തിലൊക്കെ നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ മഹത്വം നിന്റെ ഈ രോഗത്തിലൂടെ, നിന്റെ ഈ സഹനങ്ങളിലൂടെ, നിന്റെ ജീവിതത്തിൻ്റെ ഈ വിഷമകരമായ ഘട്ടങ്ങളിലൂടെയൊക്കെ വെളിപ്പെടുത്തപ്പെടേണ്ടിയിരിക്കുന്നു. സമൃദ്ധിയും ഭൗതികമായ സൗകര്യങ്ങളും സമ്പത്തുമല്ല നമ്മളുടെ വിശ്വാസത്തെ മുന്നോട്ട് നയിക്കുന്ന അടയാളങ്ങൾ എന്ന് കർത്താവ് വ്യക്തമാക്കി തരുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഈ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. അതുകൊണ്ടാണ് യേശുക്രിസ്തു വരുവാനിരിക്കുന്ന മിശിഹ, ഈ മിശിഹ സഹിക്കണം, എല്ലാവരുടെയും അവഹേളന പാത്രമാകണം, അവൻ കുരിശിൽ മരിക്കും, പക്ഷേ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വചനം പത്രോസിന് സ്വീകരിക്കാൻ സാധിക്കാതെ പോയത്. സഹനത്തിൽ നിന്ന്, കുരിശിൽ നിന്ന് ഓടിയൊളിക്കുന്ന ഒരു പത്രോസിനെ നമ്മളവിടെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെയുള്ള ഒരു വിശ്വാസമല്ല നീ തൊട്ടു മുമ്പ് ഏറ്റുപറഞ്ഞ ആ മിശിഹായിലുള്ള വിശ്വാസമെന്ന് പത്രോസിനെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് കർത്താവ് വളരെ കോപാകുലനായിട്ട് അവനോട് പറയുന്നത്, സാത്താനെ നീ പുറകിൽ പോകൂ. ഈ ചിന്ത, ഇത് മാനുഷികമാണ്, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ഇത് പാപത്തിൽ നിന്നുള്ളതാണ്, ഇത് പൈശാചികമായ ചിന്തയാണ്. ഈ കുരിശും സഹനവും വേദനകളും അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ചിന്തിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ചിന്ത, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ക്രിസ്തുവിൻ്റെ പീഡാനുഭവ സഹന മരണ ഉത്ഥാനങ്ങളിലൂടെ കർത്താവ് തന്നെ ഈ സഹനത്തിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കി തന്നു. പത്രോസ് അതെത്രയോ മനോഹരമായിട്ട് തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു എന്ന് പത്രോസിൻ്റെ തന്നെ 1-ാം ലേഖനം 18 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പത്രോസ് ശ്ലീഹ പറയുകയാണ്, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ സഹന മരണ ഉത്ഥാനങ്ങൾ അനുഭവിച്ചറിഞ്ഞ പത്രോസിന് മനസ്സിലായി, ഈ സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ പുറകെ പോകുന്നതല്ല ക്രൈസ്തവികത. ഭൗതികമായ എന്തെങ്കിലും ലക്ഷ്യം വെച്ച് ജീവിക്കുന്നതിലല്ല എൻ്റെ രക്ഷ. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ തന്നെ പറഞ്ഞത്, നീ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല. ഈ വെള്ളിയോ സ്വർണമോ നമ്മൾ അപ്പസ്തോല നടപടികളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ അജകവാടത്തിനടുത്ത് നിന്നിരുന്ന ആ മനുഷ്യനോട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ തരാൻ സ്വർണമോ വെള്ളിയോ ഇല്ല, എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ തരുന്നു. അത് കർത്താവിൻ്റെ കൃപയാണ്. നമ്മുടെ ചിന്തകളും നമ്മുടെ ജീവിതവും ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായിൽ, അവനിൽ മാത്രം കേന്ദ്രീകരിക്കുവാൻ, അവൻ്റെ കൃപയിൽ മാത്രം ആശ്രയിക്കുവാൻ, അവൻ്റെ കൃപ മാത്രം തേടിക്കൊണ്ട് ഈ വചന പ്രഘോഷണത്തിന് കടന്നു വരുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല നീ വീണ്ടെടുക്കപ്പെട്ടത്. 19-ാം വാക്യം പറയുന്നു, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. യേശുക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അവൻ്റെ തകർക്കപ്പെട്ട ശരീരവും ചിന്തപ്പെട്ട രക്തവുമാണ് ആ കുരിശിൽ
നമ്മെ വീണ്ടെടുത്തത് എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ, ആ രക്ഷയുടെ അനുഭവം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ഈ രക്ഷ, ഈ ഒരു അനുഭവമുള്ളവർക്ക് അവരുടെ ജീവിതത്തെ ഏറ്റവും ഉദാത്തമായ വിധത്തിൽ നോക്കിക്കാണുവാൻ സാധിക്കും. ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സഹനം കർത്താവിൻ്റെ പദ്ധതിയിലുള്ളതാണ്. ഞാൻ സഹിക്കുന്നതും ഞാൻ ചില നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ മറ്റുള്ളവരാൽ അവഹേളനാപാത്രമാകുന്നതും, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന വെല്ലുവിളികളുമെല്ലാം കണ്ട് ഭയപ്പെട്ട് വിരണ്ടോടിപ്പോകാനുള്ളവനല്ല ഞാൻ. മറിച്ച് അവ കർത്താവിൻ്റെ കുരിശിൽ ആശ്രയിച്ചുകൊണ്ട് ഏറ്റെടുക്കുവാൻ, ആ കുരിശിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ രക്ഷ എൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുവാൻ, അവനോടുകൂടെ സഹിച്ച് മരിച്ച് അവനോടുകൂടെ മഹത്വത്തിൽ ഉത്ഥാനം ചെയ്യുവാൻ, അത് ഇന്ന് തന്നെ സംഭവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുവാൻ കർത്താവ് ഈ വചന പ്രഘോഷണത്തിലൂടെ നമ്മെ സഹായിക്കട്ടെ. കൊറിന്ത്യ ലേഖനം, കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 8-ാം അധ്യായം, അവിടെ പൗലോസ്ലീഹ മക്കെദോനിക്കായിലെ സഭയെ കൊറിന്തോസുകാർക്കുള്ള വലിയ ഒരു മാതൃകയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. കൊറിന്തോസിലെ സഭയുടെ പാരമ്പര്യം, അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയും, ഈ ഗ്രീക്ക് ഔന്നിത്യത്തിൻ്റെ, അവരുടെ എല്ലാ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും സുഖഭോഗങ്ങളുടെയും അതിൽ നിന്നും അതിൻ്റെ ഫലമായിട്ടുള്ള എല്ലാ മ്ലേച്ഛതകളുടെയും മധ്യത്തിൽ അങ്ങനെ ഭോഗിച്ച് ജീവിച്ചിരുന്ന ഒരു സമൂഹം, ഭൗതികമായ സമൃദ്ധിയിൽ ആറാടിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിനോട് ആണ് യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ഭോഷത്വത്തെക്കുറിച്ച് പൗലോസ്ലീഹ സംസാരിച്ചത്. ഗ്രീക്കുകാരെ, നിങ്ങൾക്കിതൊരു ഭോഷത്വമായിരിക്കാം, എന്നാൽ വിശ്വസിക്കുന്നവന് ഇത് രക്ഷയുടെ അടയാളമാണ്. ഈ കുരിശിലൂടെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെടാൻ പോകുന്നത്. ഈ കുരിശും സഹനങ്ങളും ഒരു വിഡ്ഢിത്തമാണ് എന്ന് കണക്കാക്കുന്നവര് അവരാണ് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ ഭോഷന്മാർ. ഈ കുരിശിലൂടെയും പീഡകളിലൂടെയും സഹനങ്ങളിലൂടെയും കർത്താവ് നമ്മെ വീണ്ടെടുക്കുന്നു എന്നുള്ള ആ വലിയ സത്യം പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് നൽകുകയുണ്ടായി. എന്നാൽ അവിടെ ദരിദ്രരായിട്ടുള്ളവരുണ്ട്, ഒന്നുമില്ലാത്ത മനുഷ്യരുണ്ട്. അവരുടെ മക്കെദോനിയയിലെ അത്തരത്തിലുള്ള ഏറ്റവും ദരിദ്രരും പാവപ്പെട്ടവരുമായ മനുഷ്യര് കർത്താവിൻ്റെ കുരിശിൽ രക്ഷ കണ്ടെത്തിയപ്പോൾ അവർ ചെയ്ത ചില കാര്യങ്ങൾ അവിടെ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷകളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അതിനിടയിലും അവർക്ക് സന്തോഷാധിക്യമാണ്. കൊടിയ ദാരിദ്ര്യം ഉദാരതയായിട്ട് സമ്പത്തായി കവിഞ്ഞൊഴുകുകയാണ്. എൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളെ, എൻ്റെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെ, ഇല്ലായ്മകളെ കർത്താവിൻ്റെ കുരിശിനോടുകൂടെ ഞാൻ സ്വീകരിക്കുമ്പോൾ ഈ ഇല്ലായ്മയിൽ നിന്ന് ദൈവം സമൃദ്ധിയുടെ നിറവ് നൽകുകയാണ്. ഇനി എന്തിനു വേണ്ടിയാണ് ഈ സമൃദ്ധിയുടെ നിറവ് നൽകിയത്? അവർ തങ്ങളുടെ കഴിവിനനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കും. വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടെ ഭാഗഭാക്കുകളാക്കണമെന്ന് അവർ തീവ്രമായി അപേക്ഷിച്ചു. ഒന്നുമില്ലാത്തവരാണ്, ദരിദ്രരാണ്, കൊടിയ ക്ലേശങ്ങളുടെ മധ്യത്തിലാണ് അവർ. അതിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോഴും അവർ പൗലോസിനോട്, സഭയോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളുടെ ഈ ഇല്ലായ്മയിലും കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് സമൃദ്ധിയും സമ്പത്തും ഞങ്ങളിലൂടെ കരകൊഴിഞ്ഞൊഴുകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിൽ നിന്നും സംഭാവന നൽകുവാൻ, ഇല്ലാത്തവന് കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
അതിന് ഞങ്ങളെ അനുവദിക്കണമേ എന്ന്. ഒരുപക്ഷെ സഭ ഈ കൊടിയ ദാരിദ്ര്യത്തിലുള്ളവരോട് സംഭാവന ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയാണ്, അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾ തരട്ടെ. കൊടിയ ദാരിദ്ര്യമാണ്, അതിനുള്ളിലും കൊടുക്കുവാനുള്ള ആ മനസ്സ്. നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിലെ സമ്പത്തും ഈ കുരിശിൻ്റെ സുവിശേഷം തിരിച്ചറിയുന്നവർക്ക് മനസ്സിലാകും. അത് വീണ്ടും കുന്നുകൂട്ടാനോ ഈ സമൃദ്ധിക്ക് മേൽ വീണ്ടും സമൃദ്ധി ഉണ്ടാക്കി അതിന്മേൽ അടയിരിക്കുവാനോ അല്ല, മറിച്ച് കർത്താവിൻ്റെ കുരിശിൻ്റെ മനോഭാവത്തോടു കൂടി ദൈവം തന്നവ ദൈവത്തിനും അവിടുത്തെ ജനത്തിനും വേണ്ടി കൊടുക്കാനുള്ളതാണ്. ഈ ദാരിദ്ര്യവും കുരിശും കഷ്ടപ്പാടുകളും കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് എന്നെ നടത്തുന്നതിന് എന്നെ ശക്തിപ്പെടുത്തുന്നു എങ്കിൽ എൻ്റെ ജീവിതത്തിലെ സമൃദ്ധി അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളതാണ് എന്നുള്ള ആ ഒരു അവബോധം. പ്രിയമുള്ളവരെ, കുരിശിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുവരാം. ഇവിടെ നടക്കുന്ന വചന പ്രഘോഷണം മുഴുവൻ ഈ കുരിശിൽ മരിച്ച് നമ്മെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നതിന് നമ്മെ സഹായിക്കട്ടെ. നമ്മെ അവിടുന്ന് വീണ്ടെടുത്തത് കുരിശിൽ മരിച്ചാണ്, വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടാണ്. അങ്ങനെ അവിടുന്ന് കുരിശിൽ വീണ്ടെടുത്തെങ്കിൽ ഞാനിനി സ്വച്ഛന്തമായിട്ട് എൻ്റെ സുഖവും സന്തോഷവും സുഖഭോഗങ്ങളുമായിട്ട് കഴിയാൻ അങ്ങനെയുള്ളൊരു വീണ്ടെടുപ്പല്ല കർത്താവ് നമുക്ക് തന്നത്. അവൻ കുരിശിൽ മരിച്ചതുകൊണ്ട് ഇനി നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകരുത് എന്നല്ല, മറിച്ച് അവൻ കുരിശിൽ മരിച്ച് നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് സഹനങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലായതുകൊണ്ട് ഈ കുരിശും ക്ലേശവും പാടുപീഡകളും രക്ഷാകരമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ രക്ഷയുടെ അതേ വഴിയിലൂടെ അവിടുത്തെ കുരിശുമെടുത്തുകൊണ്ട് ഞാൻ അവനെ അനുഗമിക്കും. പത്രോസ് അത് തിരിച്ചറിഞ്ഞു, അവനെ അനുഗമിച്ചു. ഈ അപ്പസ്തോല ശുശ്രൂഷയിലെ ഭാഗഭാക്കുകളാകുന്ന നമ്മളെല്ലാവരും ഈ കുരിശിൻ്റെ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യാനും ഈ കുരിശും സഹനങ്ങളിലൂടെയും രക്ഷയെ തിരിച്ചറിയാനും ആ രക്ഷാകരമായ അനുഭവത്തിലൂടെ ഇല്ലായ്മയിൽ നിന്നും നിറഞ്ഞ സമൃദ്ധി കരകവിഞ്ഞൊഴുകുന്ന ആ അത്ഭുതകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നതിനും ഈ ധ്യാനം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം നമ്മെ കർത്താവിനോട് ചേർത്ത് നിർത്തട്ടെ. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ബഹുമാനപ്പെട്ട സാബു ബ്രദറിലൂടെയും ഇവിടെ വചനം പ്രഘോഷിക്കപ്പെടുന്ന എല്ലാവരിലൂടെയും കർത്താവാണ് സംസാരിക്കുന്നത്. കുരിശിൽ മരിച്ച് നമ്മെ വീണ്ടെടുത്ത കർത്താവ്, അത് ആ കർത്താവിൻ്റെ അതേ മനോഭാവത്തോടു കൂടി ഏറ്റെടുക്കുവാൻ ഈ ധ്യാനം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പേര് ലൂസി, ഞാൻ വടക്കാഞ്ചേരിയിൽ നിന്ന് വരുന്നു. തൃശ്ശൂർ ദൈവശബ്ദം കൺവെൻഷനിൽ സാബുബ്രദറിൻ്റെ ധ്യാനം കൂടി വചനപ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ പറഞ്ഞു, വയറിൻ്റെ സൈഡിൽ മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു, ആരാണെങ്കിൽ ആ സാക്ഷ്യം ആൾ ഓടി വരാൻ പറഞ്ഞു. ഞാനും മുഴ അപ്രത്യക്ഷമായിന്ന് കേട്ട വശം വയറിൻ്റെ ഒന്നും നോക്കിയില്ല. എൻ്റെ തൊണ്ടയിൽ തൈറോയിഡിൻ്റെ മുഴയുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്താൽ നോക്കാനില്ല എന്നുള്ള വിഷമത്തിൽ ഈശോയോട് പ്രാർത്ഥിച്ച് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കേട്ടത് പാതി ഞാൻ തൊണ്ടയിലെ മുഴ എൻ്റെ അപ്രത്യക്ഷമായതും മിഠായി വായിലിട്ടിട്ടും നമ്മൾ അറിയാണ്ട് വിഴുങ്ങി പോയ പോലെ എനിക്ക് പെട്ടെന്ന് പോയി. എനിക്ക് ശ്വാസം മുട്ടിയിട്ടും അതായത് ഈ തൊണ്ടയിലെ മുഴ വിഴുങ്ങിപ്പോകുന്നില്ല, തൊണ്ടയിലെ മുഴ പറ്റിപ്പോയി അല്ലേ, വിഴുങ്ങിപ്പോയാൽ അനുഭവമുണ്ടായി. തൈറോയിഡിൻ്റെ മരുന്നുണ്ടായിരുന്നത് പിറ്റേ ദിവസം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വയറിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം. ആ മരുന്ന് അങ്ങനെ തന്നെ എടുത്ത് കത്തിച്ചു. ഇപ്പം 3 വർഷമായി തൈറോയിഡിന് മരുന്നൊന്നുമില്ല. ദൈവം എന്നെ സഹായിച്ചു. അതിൻ്റെ കൂടെ പ്രേക്ഷിത വേല ചെയ്യുന്ന എല്ലാ മക്കൾക്കും എനിക്ക് ഈ സാഹചര്യം ഒരുക്കി തന്ന സാക്ഷ്യപ്പെടുത്തിയ ദൈവത്തിനും 1000 കോടാന് നന്ദി. യേശുവേ നന്ദി. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.